കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദന്റെ നാളത്തെ പ്രമോ വിശേഷത്തിലേക്ക് പോയാലോ. നാളത്തെ പ്രമോ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന കിഷോറിനെ പോയി അജാസ് പഞ്ഞിക്കിടുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ രാധികാമ്മയെ കുറിച്ചുള്ള ആ വലിയ സത്യങ്ങളൊക്കെ ഗോവിന്ദ് അറിയുവാണ്. രാധികാമ്മയും വരുണും ഗീതുവിനെ ചതിക്കാനായിട്ട് കിഷോറിനോടൊപ്പം നിൽക്കുന്ന ആന്നൊരു ചിന്തയൊക്കെ ഗോവിന്ദിന്റെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ട്. പിന്നീട് ഗോവിന്ദന് അത് സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല. അങ്ങനെ അച്ഛന്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ പോയി നിന്നിട്ട് ഗോവിന്ദ് ഇങ്ങനെ കരഞ്ഞു പറയുന്നൊക്കെയുണ്ട്. അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ഇന്ന് തന്നെ നമ്മൾ കണ്ടു ഓഫീസിൽ ഒരു വൻ നാടകം തന്നെ ഗോവിന്ദൻ ഗീതവും കാഴ്ചവെച്ചു. അപ്പൊ രാധികാമ്മ വരുണും അതോടൊപ്പം സുവർണ എല്ലാരും വിശ്വസിച്ചോട്ടെ കിഷോറും താനും തമ്മിൽ ബന്ധമുണ്ടെന്ന്. അല്ലെങ്കിൽ കിഷോറിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ ഇപ്പോഴും ഗോവിന്ദന്റെ മനസ്സിലുണ്ടെന്ന് അതൊക്കെ വിചാരിച്ചോട്ടെ എന്ന് കരുതിയിട്ട് തന്നെയാണ് അവരെങ്ങനെ ഒരു നാടകം കളിക്കുന്നത്. ആ നാടകത്തിനൊക്കെ ശേഷം പുറത്തിറങ്ങി വന്ന് സുവർണയുടെ കവിള് തീർത്തൊരെണ്ണം ഗീത് കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ഗീത് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോയപ്പോ അജാസ് അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, അതെ നിങ്ങൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാലും ഒരിക്കലും ഞാൻ ഗോവിന്ദനെ തെറ്റിയിരിക്കില്ല, ഗോവിന്ദനെ ഗീതുവിനെ. കാരണം അവരത്ര നല്ല സ്നേഹത്തിലാണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. വെറുതെ എന്തിനാ അവരുടെ കുടുംബജീവിതം നശിപ്പിക്കാനായിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളുമായിട്ട് നടക്കണേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞാൽ സുവർണ പറഞ്ഞു, അതെ അജാസിനൊന്നും അറിയത്തില്ലാഞ്ഞിട്ടാ, അല്ലെങ്കിൽ അജാസ് ഇത് വല്ലതും അറിയുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അജാസ് പറഞ്ഞു, എനിക്കറിയാം അവരെ. ഒരു കാരണവശാലും ഗീതു ഇതിനൊന്നും കൂട്ടു നിൽക്കാവുന്ന ആളില്ല. ഗീതുവിന്റെ മനസ്സിൽ ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. ഗോവിന്ദയുടെ മാത്രം ഉള്ളെന്ന് പറയണേ. പിന്നെ ഗോവിന്ദയുടെ മാത്രം എന്നിട്ടാണ് കിഷോറിന്റെ കൂടെ അവൾ ഊരി ചുറ്റാൻ പോകുന്നതെന്നൊക്കെ സുവർണ പറയണം. അജാസിന് നല്ല ദേഷ്യം വന്നു. പക്ഷെ അജാസ് സ്വയം അങ്ങോട്ട് നിയന്ത്രിക്കുകയാണ്. ഇതങ്ങനെ വിട്ടാൽ പറ്റില്ല. കിഷോറിന്റെ ഒരെണ്ണം കൊടുക്കാൻ തന്നെ അവൻ അങ്ങോട്ട് തീരുമാനിക്കുകയാണ് അജാസ്. പിന്നീട് കാണിക്കുന്ന ഗീതു അങ്ങനെ പുറത്തേക്ക് വരുന്ന സമയത്താണ് അവർണികനെ കാണുന്നത്. അപ്പൊ അവർണിക നോക്കിക്കഴിയുമ്പത്തിന് കിഷോർ വരുന്ന കണ്ടു. പെട്ടെന്ന് തന്നെ അവർണിക എന്തെയാണ് ഗീതുവിനെ അങ്ങ് തടഞ്ഞു നിർത്തുക. എന്നിട്ട് ഗീതനോട് ചോദിച്ചു, അല്ല ഇത്രയും കിട്ടിയതൊന്നും പോരേന്ന് ചോദിക്കും നിനക്ക്. എന്താ അവർ നീ എന്തൊക്കെയാ പറയണേ? നിന്നോട് ഞാൻ പല വട്ടം പറഞ്ഞു എന്റെ ഭർത്താവിനെ ഇനി പുറകെ നല്ല ശല്യം ചെയ്തതെന്ന്. എന്നിട്ടോ ഇന്നാണെങ്കിലും കണ്ടോ, ഇന്ന് കിഷോർ രാവിലെ അവിടുന്ന് പോന്നോ ഇതുവരെയായിട്ടും കമ്പനിയിൽ എത്തിയിട്ടില്ല. എത്തിയതാ കുറച്ചു മുമ്പാ കമ്പനിയിൽ എത്തിയത്. നീ വരുന്നതിന് കുറച്ചു മുമ്പ് മാത്രം. അപ്പൊ നിങ്ങൾ രണ്ടും കൂടെ ഒരുമിച്ചല്ലേ പോയത്? സത്യം പറ, നിങ്ങൾ രണ്ടും കൂടെ എങ്ങോട്ടാ പോയെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഗീത പറഞ്ഞു, അവർണികെ നീ ഇല്ലാത്ത കാര്യം വെറുതെ പറയല്ലെന്ന് പറയാണ്. ഇല്ലാത്ത കാര്യമൊന്നും അല്ല പറഞ്ഞ്, ഉള്ള കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു കാര്യം ഉറപ്പായി, ഗീതു എന്നോട് വെറുതെ കള്ളത്തരം പറയണ്ട. നീയും അവനും തമ്മിൽ നല്ല ബന്ധം ഇപ്പോഴും ഉണ്ട്. നിങ്ങൾ പണ്ട് പരസ്പര സ്നേഹത്തിലല്ലായിരുന്നോ? ആ കഥകളൊക്കെ എനിക്ക് അറിയാന്ന് പറയണം. ഇത് കേട്ടപ്പോ ഗീതു പറഞ്ഞു, പണ്ട് എങ്ങനെ ഉണ്ടായിരുന്നുള്ള സത്യമാണ്. പക്ഷെ ഇപ്പൊ ഞാനും കിഷോറും തമ്മിൽ ഒരു ബന്ധമില്ലെന്ന് പറയാണ്. ഇത് കേട്ടോടെ കിഷോർ അങ്ങോട്ട് വരുന്നേ. അപ്പൊ കിഷോറിനെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണല്ലോ അവനെ ഗീതു ഈ നാടകം കളിക്കുന്നത് തന്നെ. പെട്ടെന്ന് കിഷോറിനെ അവിടെ പിടിച്ചു നിർത്തിട്ട് പറഞ്ഞു, കിച്ചു അവിടെ നിന്ന് എനിക്കൊരു കാര്യം ചോദിക്കാണെന്ന് പറയാം. എന്താ അവർണിക? അല്ല നീ ഇന്ന് എപ്പോഴാ ഓഫീസിൽ വന്നേ? ഞാനൊരു 12:00 അതുവരെ നീ എന്തെടുക്കുമായിരുന്നു ചോദിക്കുകയാണ്. അല്ല അത് പിന്നെ മാഡം വിളിച്ചിട്ട് കണ്ടോ ഇതാ പറഞ്ഞത്. കിച്ചു ഉള്ള സത്യം പറഞ്ഞു. പക്ഷെ ഇതുവരെ ഗീതാഞ്ജലി സത്യം പറയാൻ കൂട്ടാക്കില്ല. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചായിരുന്നു. പക്ഷെ എന്താ എനിക്കൊരു കാര്യം മനസ്സിലായി, നിങ്ങൾ അരുതാത്ത ബന്ധമുണ്ട്. ഇനിയെങ്കിലും എനിക്ക് എന്റെ ഭർത്താവിനെ വിട്ടു തരണം, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്ന പോലും എനിക്ക് പറയാൻ പറ്റില്ലെന്ന് പറയണം. ഇത് കേട്ട് കഴിയുമ്പോൾ ഗീത അവർണിക നീ വെറുതെ ഒന്നും പറയരുത്, കാര്യം പറയാ നീ സംസാരിക്കുന്നേ. എനിക്ക് നിന്റെ കിഷോറിനെ വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് അവർണികയോട് കിടന്ന് ഗീതവും ദേഷ്യപ്പെടുന്നുണ്ട്. അങ്ങനെ പരസ്പരം അവരോ കിടന്ന് തല്ലുണ്ടാക്കുകയാണ്. അവസാനം ഗീതു എന്ത് ചെയ്യണം, ഗീതു അങ്ങോട്ട് പോവാണ്. അപ്പൊ കമ്പനിയിലെ സ്റ്റാഫുകളൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അവനേക്ക് ഉള്ളിൽ സങ്കടം വരുന്നുണ്ട്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലോ, ഇങ്ങനെ ചില നാടകങ്ങളൊക്കെ കളിച്ചാലും മുന്നോട്ട് പോകാൻ പറ്റുള്ളൂന്ന് അവനേക്കും ഉറപ്പുണ്ടായിരുന്നു. കിഷോറിന്റെ കള്ളക്കളികളൊക്കെ വെളിച്ചത്ത് കൊണ്ടുവരണമെങ്കിൽ, കിഷോറിനോടൊപ്പം ആരാണ് നിൽക്കുന്ന അറിയണമെങ്കിൽ ഇങ്ങനെ ചില നാടകങ്ങളൊക്കെ കളിക്കണം. കിഷോറിന് സന്തോഷമായി. അവരുടെയൊക്കെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ ഇതൊന്നുകൂടെ അങ്ങ് കൊഴുത്തോളൂ. അവരുടെ ഉള്ളിൽ സംശയങ്ങളൊക്കെ തോന്നി തുടങ്ങിയിട്ടെന്ന് കിഷോറിന് മനസ്സിലായി. പിന്നീട് അവരുടെ ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവാണ്. നീ അങ്ങോട്ട് വീട്ടിലേക്ക് വാ, കിച്ചു നിനക്കിട്ട് ഞാൻ വെച്ചിട്ടാണെന്ന രീതിയിലൊന്ന് നോക്കിയിട്ടാണ് അങ്ങോട്ട് പോകുന്നത് തന്നെ. ഈ സമയം ഗീതു പുറത്തേക്കും അങ്ങോട്ട് പോയി. പിന്നീട് കാണിക്കുന്ന ഗോവിന്ദ് മുറിയിൽ ഇരുന്നിട്ട് ഗോവിന്ദനൊരു സമാധാനം കിട്ടുന്നില്ല. ഗീതു പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഗോവിന്ദന്റെ ഉള്ളിൽ കൂടി പോയിക്കൊണ്ടിരുന്നേ. കാരണം ഇന്ന് തന്നെ CCTVക്കകത്ത് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും രാധികാമ്മയും വരുണും സുവർണ എല്ലാരും കൂടെ ക്യാബിനിന് പുറത്തുണ്ടായിരുന്നു. ഒരു പക്ഷെ അവരെന്തിനായിരിക്കും വന്നേ? കിഷോറുമായിട്ട് അവര് ചർച്ച നടത്തിയത് എന്തിനായിരിക്കും? ഇനിയിപ്പോ ഗീതു സംശയിക്കുന്ന പോലെ അവര് അറക്കൽ കുടുംബത്തില് തനിക്കെതിരെ വല്ല പ്ലാനുകളും നടത്തുന്നുണ്ടോ? അതോ ഇനിയിപ്പോ ഗീതുവിനെ പുറത്താക്കാനായിട്ട് കിഷോറിനോടൊപ്പം നിൽക്കുന്ന അവരാണോ? ഒരു സമാധാനം കിട്ടാതെ വന്നപ്പോ നേരെ മാധവൻ നായരുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ പോയി നിന്നിട്ട് ഗോവിന്ദ് ഇങ്ങനെ പറയാ, അച്ഛ
എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്. എനിക്ക് ആരെ വിശ്വസിക്കണം ആരെ വിശ്വസിക്കണമെന്ന് അറിയത്തില്ല. ഇത്രയും കാലം രാധികാമ്മനെ വരുണിനെ ഞാൻ വിശ്വസിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നേ. പക്ഷേങ്കിൽ അവര് എനിക്കെതിരെ എന്തെങ്കിലും പ്ലാനുകളും പതിയും നടന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കത് ഒട്ടും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഞാൻ ഇത്രയും കാലം എൻ്റെ സ്വന്തം അമ്മയുടെ സ്ഥാനത്ത് നിന്നാണ് അവരെ സ്നേഹിച്ചത്. പക്ഷെ അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടായെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല. അങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടാവരുതേ. അങ്ങനെയൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം ഒരിക്കലും ഗോവിന്ദനെ സംബന്ധിച്ചുള്ള സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. ബാക്കി ആരെന്തൊക്കെ ചെയ്യുന്ന പറഞ്ഞാലും രാധികാമ്മ എന്തേലും ഇതുപോലത്തെ പരിപാടി ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ സഹിക്കാൻ പറ്റാത്ത ആളാണ് ഗോവിന്ദ്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യം വന്നപ്പോൾ തന്നെ ഗീതുവിനോട് പറഞ്ഞത്, ഗീതു നമുക്കിത് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തേക്കാം, ഈ നാടകങ്ങളിയൊക്കെ വേണ്ട. പക്ഷെ ഗീതു ആ വെല്ലുവിളി ഏറ്റെടുക്കുകയാണ് ചെയ്തത്. ഗീതുവിനറിയാം ഇതിന്റെ അവസാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാധികാമ്മയുടെ മുഖം മൂടി വലിച്ചു കീറുകയാണ്. അത് കീറുക തന്നെ വേണം. എന്നാലോ ഗോവിന്ദേട്ടൻ രണ്ടാനമ്മയുടെ യഥാർത്ഥ മുഖം അറിയത്തുള്ളൂ. അല്ലെങ്കിൽ എല്ലാ കാലത്തും ഗോവിന്ദേട്ടൻ ഇങ്ങനെ പറ്റിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കും. ഒരു കാരണവശാലും ഗോവിന്ദേട്ടൻ ഇതിൽ നിന്നൊരു മുക്തി ഉണ്ടാവില്ല. രാധികാമ്മയും വരുണും ചേർന്ന് ഗോവിന്ദേട്ടനെ ഇല്ലാതാക്കുന്ന കാര്യത്തിൽ 100% ഉറപ്പുണ്ടായിരുന്നു ഗീതുവിന്. പിന്നീട് ഗീതുവിന്റെ അടുത്തേക്ക് അജാസ് വരുന്നുണ്ട്. അജാസ് വന്നിട്ട് ഗീതുവിനോട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അവിടെ നടന്ന കാര്യങ്ങളെല്ലാം ചോദിക്കുകയാണെന്ന്. പിന്നീട് സുവർണയുമായിട്ട് പറഞ്ഞ കാര്യങ്ങളും സുവർണയ്ക്കിട്ട് അടി കൊടുക്കാനുള്ള സാഹചര്യങ്ങളെല്ലാം പറയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അജാസ് പറഞ്ഞു, ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല, അവനിട്ട് 2 പൊട്ടിക്കണ്ടെന്ന് ചോദിക്കുകയാണ്. അല്ല ഇക്കായിപ്പൊ എന്ത് ചെയ്യാൻ പോന്നു? എന്റെ പെങ്ങടെ അളിയന്റെ ജീവൻ നശിപ്പിക്കാനായിട്ട് നോക്കുന്നവനാ കിഷോർ. ഇല്ലാത്ത കള്ളക്കഥകളൊക്കെ ഉണ്ടാക്കി അവന്. അപ്പൊ അവനെ അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല, അവനിട്ട് നമുക്കൊരു പണി കൊടുക്കണ്ടെന്ന് ചോദിക്കണം. അല്ല അതിപ്പോ വേണോ വെക്ക, കൊടുക്കേണ്ട സമയത്ത് അതിനെ കൊടുക്കണം. അത് പിന്നത്തേക്ക് വെച്ചോണ്ടിരുന്നാൽ ശരിയാകത്തില്ല. പെങ്ങൾ ധൈര്യമായിട്ടിരുന്നു, അവനെ കൈകാര്യം ചെയ്യുന്ന കാര്യം ഞാൻ ഏറ്റു. ഈ സമയത്താണെങ്കിൽ അതൊരു നല്ല കാര്യം തന്നെയാണ്. ഈ ചൂടോട് കൂടി പോയി അങ്ങോട്ട് കൊടുക്കാന്ന് പറയണം. അങ്ങനെ വൈകുന്നേരമായി കഴിഞ്ഞപ്പോഴത്തേന് അജാസ് നേരെ വീട്ടിലേക്ക് ചെല്ലുവാണ്. അങ്ങനെ കിഷോറിന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ കിഷോർ അവിടെ ഉണ്ടായിരുന്നു. അപ്പം അപർണയ്ക്കുണ്ട്, കിഷോറിന്റെ അമ്മയും പെങ്ങളും എല്ലാവരും ഉണ്ട്. അങ്ങനെയെന്ന് കിഷോറിനെ കണ്ട ഉടനെ അജാസ് അങ്ങ് കയറി ചെന്ന് ചോദിച്ചു, നീ എന്റെ ഗോവിന്ദ് സാറിന്റെ ജീവിതം താർക്കും അല്ലേടാന്ന് ചോദിക്കുകയാണ്. അപ്പൊ കിഷോർ, അജാസ് നീ എന്തൊക്കെയാ പറയണേ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് പറയണേ. നിനക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലേ, പക്ഷെ എനിക്കെല്ലാം മനസ്സിലായടാ എന്ന് പറഞ്ഞുകൊണ്ട് ആ കഴുത്തിന് കുത്തി പിടിച്ചിട്ട് കർണം തീർത്ത് 4 കൂടെ പൊട്ടിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, നിനക്ക് നാണമില്ലേടാ, നിനക്ക് അവളെ കൊണ്ടായാ പോരെ എന്നും അതും പോരാഞ്ഞിട്ട് എന്റെ ഗോവിന്ദ് സാറിന്റെ ജീവിതം തറക്കാൻ നീ ശ്രമിക്കുന്നില്ലേ, നിന്നെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ലാന്ന് പറഞ്ഞിട്ട് കിഷോറിന്റെ ഇവിടെ തലങ്ങും വിലന്ന് തല്ലുവാണ്. പക്ഷെ അവരുടെ ഏത് കണ്ട് കൂളായിട്ട് നിന്നുള്ളൂ. ഈ സമയത്ത് ശ്രീജയും കിഷോറിന്റെ അമ്മയും കൂടെ വന്നിട്ട് അയ്യോ തല്ലല്ലേ മോനെ എന്ന് പറഞ്ഞ് പിടിച്ചു മാറ്റാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അജാസ് നിന്നില്ല. അജാസ് നല്ല നാളെ ഇട്ട് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, മേലാല് എന്റെ ഗോവിന്ദ് സാറിന്റെ ജീവിതം താർക്കാൻ അങ്ങനെ നീ വന്നിട്ടുണ്ടല്ലോ, നിന്റെ കൈയും കാലും വെട്ടിയും കടലിലെറിയുമെന്ന് പറയണം. അവരുടെ ഇത് കണ്ടിട്ടും കേട്ടും അവരുടെയും ഉണ്ടായിരുന്നു. അവനെ വിചാരിച്ച് 4 കിട്ടുവാണെ കിട്ടട്ടെ എന്നോർത്താണ്ട് അവരുടെ നിന്ന്. കാരണം ചെറിയ കാര്യമൊന്നുമല്ല കിഷോർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കിഷോറിന് ഒരു കാര്യം ഉറപ്പായി, ഇപ്പൊ എല്ലാരും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്നു. താനും ഗീതവും തമ്മിൽ എന്തോ അരുതാത്ത ബന്ധമുണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ഇതായിരുന്നു തനിക്ക് വേണ്ടുന്ന കാര്യം. അപ്പൊ അതിന്റെ പേരിലാണല്ലോ വന്ന് അജാസ് തല്ലിയത്. അങ്ങനെ അജാസ് അവസാന വാണിംഗം കൊടുത്തുകൊണ്ട് പോവാണ്. ഇനി മേലാല് എന്റെ ഗോവിന്ദ് സാറിന്റെ ജീവിതത്തിലോ അല്ലെങ്കിൽ ഗീതുവിന്റെ ജീവിതത്തിലോ ഇടപെടാൻ വന്നിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചിട്ട് അങ്ങോട്ട് പോകുന്നത്. ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോ തന്നെ അവരുടെ വന്നിട്ട് കിഷോർ വെച്ച്, നാണമില്ലേ കിഷോർ നിനക്ക്, ഇത്രയൊക്കെ ആയിട്ടും ഇനി നമ്മൾ തമ്മിലൊരു ബന്ധം ഉണ്ടാവില്ല, ഇതോടുകൂടി നമ്മൾ തമ്മിലുള്ള ബന്ധം തീർന്നു. നിന്റെ ഒരു കുഞ്ഞിന്റെ വയറ്റിലുണ്ടെന്ന് ഓർത്തോണ്ടാ ഞാൻ ഇത്രയും കാലം സഹിച്ചു ക്ഷമിച്ച് നിന്നോടൊപ്പം നിന്ന്. പക്ഷെ ഇനിയിപ്പം നിന്നോടൊപ്പം ജീവിക്കാനായിട്ട് എനിക്ക് ഒട്ടും ആഗ്രഹമില്ലെന്ന് പറഞ്ഞിട്ട് അവരുടെ അങ്ങോട്ട് കയറിപ്പോവാണ്. ഇത് കേട്ടതും കിഷോറിന്റെ അമ്മ വന്നിട്ട്, എടാ എന്തൊക്കെയാടാ ഞാൻ കേൾക്കണേ, അവൾ എന്തൊക്കെയാ പറഞ്ഞിട്ട് പോയത്, എനിക്കൊന്നും മനസ്സിലാവില്ലെന്ന് പറയണം. അപ്പൊ ശ്രീജ വന്നിട്ട് ചോദിച്ചു, ഏട്ടൻ എന്തൊക്കെയാ ഈ കാണിച്ചു കൂട്ടിയേക്കുന്നേ, ഇപ്പോഴും ഗീത ചേച്ചിയായിട്ട് എന്തെങ്കിലും ബന്ധം പുലർത്തുന്നുണ്ടോ, സത്യം പറ, എന്തേലും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ കിഷോർ ഒന്നും മിണ്ടാ നിൽക്കുക. അപ്പൊ അവർക്ക് മനസ്സിലായി കിഷോർ എന്തൊക്കെയോ കള്ളത്തരം കാണിച്ചിട്ടുണ്ട്, അതാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമെന്ന്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു.